ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു എന്ന് പറഞ്ഞാൽ ഈശോ കുരിശിന്റെ വഴിയിൽ 3 പ്രാവശ്യം മാത്രം വീണിട്ടുണ്ട് എന്നല്ല അർത്ഥം. അവൻ പല പ്രാവശ്യം വീണു. എത്ര വീണാലും എത്ര തകർന്നാലും ഈശോ ആ കുരിശിന്റെ വഴിയിൽ നിന്ന് പിന്തിരിയുന്നില്ല. 3-ാം പ്രാവശ്യം വീഴുന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം അവിടുന്ന് ബലഹീനനായി. നമ്മൾ വായിക്കില്ലേ, ഇനി കുരിശോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അതാണ് ഈ 3-ാം പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അത്രമാത്രം തളർന്നു. എന്നിട്ടും അത്രമാത്രം എനിക്ക് ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലാണെന്ന് അവസ്ഥയിലെത്തിയിട്ടും ഈശോ കുരിശിന്റെ വഴിയിൽ നിന്ന് പിന്തിരിയുന്നില്ല. പറഞ്ഞാൽ അന്ത്യം വരെ വിശ്വസ്തനായി നിൽക്കാനുള്ള ഈശോയുടെ തീരുമാനമാണ് 9-ാം സ്ഥലം. ഈശോ പറഞ്ഞു, അവസാനം വരെ വിശ്വസ്തരായി നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. മത്തായിയുടെ സുവിശേഷം 24:12. അതായത് ലോകത്തിലെ അധർമ്മം വർദ്ധിക്കുകയാണ്. ഇപ്പൊ ഈശോയുടെ ചുറ്റും ഉള്ള ആ ആളുകള് അവരിങ്ങനെ തിന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയില്ലേ, മടുത്തച്ചോ, മടുത്തു, ഇനി ജീവിക്കണ്ട, മടുത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അധർമ്മം വർദ്ധിക്കുന്നു. മക്കള് പറഞ്ഞാൽ കേൾക്കുന്നില്ല, അവര് തോന്നിയ വഴി. ഭർത്താവിനോട് പറഞ്ഞിട്ട് ഭർത്താവ് കേൾക്കുന്നില്ല, തോന്നിയ വഴി. മാതാപിതാക്കളോട് പറഞ്ഞിട്ട് അവരും ശ്രദ്ധിക്കുന്നില്ല. അവസാനം ഒരമ്മ പറയാണ്, മടുത്തു. ആ ഒരു പശ്ചാത്തലത്തിൽ ഈശോ പറയാണ്, അധർമ്മം വർദ്ധിച്ചു എന്നുള്ളത് ശരിയാണ്. അങ്ങനെ അധർമ്മം വർദ്ധിക്കുമ്പോ പലരുടെയും സ്നേഹം തണുത്തു പോകും എന്ന് പറഞ്ഞാൽ ഇനി ദൈവസ്നേഹവും വേണ്ട, ഇനി പരസ്നേഹവും വേണ്ട. ഒക്കെ ചെയ്തു, അത് മതി. എനിക്ക് ഞാൻ ചെയ്ത നന്മക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി, തൃപ്തിയായി, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി പള്ളിയിലേക്കും പോകുന്നില്ല. ദൈവസ്നേഹവും തണുത്തുപോയി, പരസ്നേഹവും തണുത്തുപോയി. ഒറ്റക്ക് എവിടെയെങ്കിലും ഒരിടത്ത് ഒതുങ്ങിക്കൂടി ജീവിച്ചാൽ മതി. ഇതാണ് തണുത്തുപോയ സ്നേഹം.